ഇരുണ്ട കാട് ഉരുണ്ടിരിക്കുന്നത് കണ്ടാൽ കറണ്ട് പോയ പോലെയുണ്ട്. കുഴപ്പമായോ? മുഴുവൻ കുഴി നിറഞ്ഞ ഈ വഴി പിഴച്ചോ? ഓ, പെരുവഴിയുടെ ഓരത്ത് ഒരു മിനിറ്റ് മരം ചാരി ഇരുന്നാലോ? ആരോ ദൂരത്തു നിന്ന് വരുന്നു. പൊന്നു ചങ്ങാതി, ഒന്ന് നിന്നേ. അന്ന് ഞാൻ വന്ന വഴി ഇന്ന് മറന്നു. ശിവ ശിവ, ഇത് ശിവഭഗവാന്റെ ശിങ്കടി അല്ലേന്ന് ശക്തമായ ഒരു ശങ്ക. ഇവൻ പണ്ട് നാട്ടിൽ നിന്ന് വന്ന ആടല്ലേ? കണ്ടിട്ട് കുറെ നാളായല്ലോ. പക്ഷിപ്പനിയായിരുന്നു, പക്ഷിപ്പനി. ഭക്ഷണം കഴിക്കാതെ ശിക്ഷ അനുഭവിച്ചു, പിന്നെ രക്ഷപ്പെട്ടു. ഓ, അപ്പോൾ തോന്നി പച്ചപ്പാവങ്ങൾക്ക് ആ തൃപ്പാദങ്ങളാണ് എപ്പോഴും ഒപ്പം ഉണ്ടാവുക എന്ന്. എന്ന് വെച്ചാൽ ജഡാധാരിയായ ആ ജഗതാത്മാവിനെ ജസ്റ്റ് ഒന്ന് കാണുവാൻ ഈ ജന്തു ജനുവരി മുതൽ ജലപാനമില്ലാതെ ജീവിക്കുകയാണ്. കുറച്ചുനാൾ മുമ്പ് കുറുക്കന്റെ രൂപത്തിൽ വന്ന് കുശലം ചോദിച്ച ആ കരുണാമയനെ ഒന്ന് കാട്ടിത്തരൂ. താനും വിചാരിക്കുന്ന ആളല്ല. ഇങ്ങനെ പറഞ്ഞ് അങ്ങ് മുങ്ങരുതേ. ചേടാ, ഇവൻ വിടുന്നു മട്ടില്ല. സൂത്ര രക്ഷപ്പെട്ടു. ആ ഡയലോഗുകാരൻ ആട് വരുന്നു. അയ്യോ, അതെ, താനൊരു കാര്യം ചെയ്യ്. ആ പാത്രം എടുത്ത് എന്നെ മൂടിക്കോ. അഴിക്കാൻ പറ്റുന്നില്ല. കടിച്ചു പൊട്ടിക്കടോ. ഇതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നോ? ഗംഭീരം. ഗംഗാധരന്റെ തലയിൽ നിന്ന് ഗളകളാന്ന് ഗമിക്കുന്നത് ഗംഗാ നദിയല്ലേ? അയ്യോ, നില്ലടാ അവിടെ. ഞാൻ കുടിക്കാൻ വെച്ച വെള്ളം നീ എടുത്ത് കളയുമല്ലടാ. ഇത് പാലായിലല്ലേ പള്ളി കൊള്ളുന്നത്? പന്നകേന്ദ്ര ശയനനായ പത്മനാഭനല്ലേ? ഭഗവാനെ, ഈ ഭക്തനെ കാക്കണേ.